നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് KK പ്രകാശൻ ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സംഭവം. CPIM ഇളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ജീവനക്കാരെ സംരക്ഷിക്കും. നിങ്ങൾക്കിവിടെ മാപ്പില്ല. ഇൻകുലാബ് സിന്ദാബാദ്. CPIM സിന്ദാബാദ്. സൊസൈറ്റി മാർച്ച് സിന്ദാബാദ്. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? പറയൂ പറയൂ കോൺഗ്രസ്, മറുപടി പറയൂ യൂത്തന്മാരെ. പഴയന്നൂർ കാർഷിക സഹകരണ ബാങ്കിന്റെ എളനാട് ബ്രാഞ്ചിൽ മുക്കുപണ്ടം പണയം വെച്ച് 7.5 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ക്ലർക്ക് MR സുമേഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പ്യൂണുമായ KK പ്രകാശൻ, താൽക്കാലിക ജീവനക്കാരനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ VA സജിത്ത് എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവരെ ജോലിയിൽ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPIM ഇളനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകരണ ബാങ്ക് ഇളനാട് ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ളത്, അഴിമതി നടത്തിയിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രമുഖരായ 2 നേതാക്കന്മാരാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി 12ാം വാർഡിൽ മത്സരിക്കുകയും ചെയ്ത, ഇപ്പൊ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള KK പ്രകാശനാണ് ഈ മുക്കുപണ്ടം പണയം വെച്ചുകൊണ്ട് പണം അപഹരിച്ചെടുത്തിട്ടുള്ളത്. അതിന് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാവ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാമൻകുട്ടിയുടെ മകൻ. രാമൻകുട്ടിയുടെ മരണത്തിന് ശേഷം പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സുമേഷ് യൂത്ത് കോൺഗ്രസിന്റെ നേരത്തെ പ്രസിഡന്റാണ്. അയാള് ക്ലർക്കായി ചാർജ് വഹിക്കുന്ന സന്ദർഭത്തിലാണ്, മാനേജർ ഇല്ലാത്ത സന്ദർഭത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം കൈപ്പറ്റത്തുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. മുക്കുപണ്ടം പണയം വെച്ച് പണം കൈപ്പറ്റി കഴിഞ്ഞാൽ ക്രിമിനൽ കുറ്റമാണ്. ആ കുറ്റത്തിന്റെ പേരിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നതിനും അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക, ഇതാണ് സഹകരണ സംഘം സ്വീകരിക്കേണ്ടത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK മുരളീധരൻ, കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ചേർന്നുകൊണ്ട് ഈ കളവ് നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന സമീപനം, മുക്കുപണ്ടം പണയം വെച്ചു, കൈപ്പറ്റിയ പൈസ ബാങ്കിൽ അടച്ച് മുക്കുപണ്ടം തിരിച്ചെടുത്തു. ഈ സംഭവം ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. എന്നാൽ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കർശനമായ നിലപാടെടുത്തതിന്റെ പേരിൽ കളവ് കണക്കിൽ രേഖപ്പെടുത്തേണ്ടി വന്നു. സീനിയർ ക്ലർക്കിനെ തരം താഴ്ത്തേണ്ടി വന്നു. പിയൂണായി ജോലി നിൽക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റ് പ്രകാശനെ അദ്ദേഹത്തിന്റെ ഇൻക്രിമെന്റ് ഡീബാർ ചെയ്തിരിക്കുകയാണ്. ഇത്ര നഗ്നമായ അഴിമതി പഴയന്നൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ സംഘത്തിൽ നടന്നിട്ടും കോൺഗ്രസ് അത് അവരുടെ സ്വകാര്യ കാര്യമെന്ന നിലയിൽ ഒതുക്കി തീർത്തിരിക്കുകയാണ്. CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം EN വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ഈ പഞ്ചായത്തിലുള്ള കൃഷിക്കാർക്ക് അവരുടെ കാർഷിക ലോണിന് ആവശ്യമായ സബ്സിഡി കൊടുക്കുന്നത് ഈ ബാങ്ക് മുഖേനയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ സർക്കാർ വിതരണം ചെയ്യുന്നത് ഈ ബാങ്ക് മുഖേനയാണ്. അതുപോലെ തന്നെ കർഷകർക്കുള്ള രാസവളത്തിന്റെ സബ്സിഡി ഈ കാർഷിക ബാങ്ക് മുഖേനയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ബാങ്കിലെ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി നാട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഈ ബാങ്കിലേക്ക് തെരഞ്ഞെടുക്കുകയാണ്.
അതല്ലാതെ ഈ ബാങ്കിന്റെ നിലനിൽപ്പിനോ അതിന്റെ പുരോഗതിക്കോ വേണ്ടിയുള്ള ആളുകളെ അല്ല തെരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തകരാണെങ്കിൽ അവരെയാണ് ഈ ബാങ്കിന്റെ ഭരണസമിതി ഇതിന്റെ ജീവനക്കാരായി തെരഞ്ഞെടുക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇതുപോലെയുള്ള നിരവധി കള്ളത്തരങ്ങളും കൊള്ളയും വെട്ടിപ്പുമാണ് ഈ ബാങ്കിൽ നടക്കുന്നത്. ഇത് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. നിരവധി തട്ടിപ്പുകൾ ഈ സഹകരണ ബാങ്കില് ഈ കോൺഗ്രസിന്റെ ഭരണസമിതി അറിഞ്ഞുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ കൃഷിക്കാരും ഈ ബാങ്കിന്റെ ഈ തട്ടിപ്പും വെട്ടിപ്പിനെതിരായി വരും നാളുകളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തേണ്ട അവസ്ഥയാണ് ഈ ബാങ്കിന് ഇന്ന് നമ്മുടെ പഞ്ചായത്തിലുള്ള കൃഷിക്കാരുടെ മുമ്പിലുള്ള വിഷയം. CPIM എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC ജോർജ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PV വിനു, N അരവിന്ദാക്ഷൻ, KK രവി, TS മധു, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നീതു ഷൈജു, പ്രേമ ശ്രീധരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, പഴയന്നൂർ.